നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,500ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം നടത്തിയ ദിനം മുതൽക്കാണ് കലിദിനം എണ്ണി തുടങ്ങുന്നത്. അങ്ങനെയാണ് 18,72,500 എന്ന് പറയുന്നതായിട്ടുള്ള ഈ ദിവസം എത്തിയിട്ടുള്ളത്. മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷ കണക്കനുസരിച്ച് 1201 കന്നിമാസം 31-ാം തീയതിയാണ്. ശകവർഷം 1947 ആശ്വനമാസം 25-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഒക്ടോബർ മാസം 17-ാം തീയതി. ഇത് കൃഷ്ണപക്ഷമാണ്. തിഥി ഏകാദശിയാണ്. ഏകാദശി തിഥി രാവിലെ 11:12 വരെ ആണുള്ളത്. അതിനുശേഷം ചതുർദശിയാണ്. നക്ഷത്രം വരുന്നത് മകം നക്ഷത്രമാണ്. ഉച്ചയ്ക്ക് 1:57 വരെയുള്ള സമയത്താണ് മകം നക്ഷത്രം. അതിനുശേഷം പൂരം നക്ഷത്രമാണ്. കരണം പുലിക്കരണമാണ്. 11:12 വരെ രാവിലെ ഉള്ള സമയത്താണ് പുലിക്കരണമുള്ളത്. നിത്യയോഗം വരുന്നത് ശുഭ്രനാമ നിത്യയോഗമാണ്. അത് രാത്രിയിൽ 1:48 വരെയുള്ള സമയത്ത് ശുഭ്രനാമ നിത്യയോഗം വരുന്നുണ്ട്. ഞാറ്റുവേല ചിത്തിര ഞാറ്റുവേല തന്നെയാണ്. ശരത്ത് ഋതുവാണ്. ദക്ഷിണ അയനമാണ്. ഇന്ന് ദിവസം വെള്ളി ശുക്രൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:15:39 ഉദയം വരുന്നു. അസ്തമയം 6 മണി, വൈകിട്ട് 6:02 46 അസ്തമിക്കുന്നത്. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 47 7 നിത്യേന ഈ പകലിൻ്റെ ദൈർഘ്യം കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ദോഷകാലങ്ങളാകുന്ന രാഹുകാലം വരുന്നത് 10:40 തുടങ്ങി 12:09 വരെയുള്ള സമയത്താണ്. ഗുളികകാലം വരുന്നത് രാവിലെ 7:44 തുടങ്ങി 9:12 വരെയുള്ള സമയത്താണ്. യമകണ്ഠകാലം വരുന്നത് ഉച്ചയ്ക്ക് ശേഷം 3:05 തുടങ്ങി 4:34 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക്, അതുപോലെ പ്രധാന യാത്രകൾ, ഇതൊക്കെ ഈ സമയത്ത് ആകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:45 മുതൽക്ക് 12:07 വരേക്കും, തുടർന്ന് 4 മിനിറ്റ് മധ്യം വർജിച്ചിട്ട് 12:11 മുതൽക്ക് 12:33 വരെയുള്ള സമയത്താണ്. ഈ അഭിജിത്ത് മുഹൂർത്തത്തിൽ മറ്റ് മുഹൂർത്തങ്ങളില്ല എങ്കിൽ ഇന്നേ ദിവസം തന്നെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം എന്തെങ്കിലും തുടങ്ങാനുണ്ടെങ്കിൽ ഈ അഭിജിത്ത് മുഹൂർത്തം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യ സമ്മതമുള്ളതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് മകരക്കൂറുകാർക്കാണ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദം, തിരുവോണം, അവിട്ടത്തര, അവിട്ടത്തിൻ്റെ ആദ്യ 2 ഭാഗങ്ങൾ, ഇതാണ് മകരക്കൂറ്. ഇവർക്ക് ഇന്ന് ചന്ദ്രൻ അഷ്ടമത്തിലാകയാൽ ഇന്നത്തെ ദിവസം പൊതുവേ ശുഭമായിട്ടുള്ള ദിവസമല്ല. അവർ പ്രധാനപ്പെട്ട യാത്രകൾ, അതുപോലെ പുതിയ സംരംഭങ്ങൾ, ഇതൊക്കെ ഇന്നാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നത്തെ നാള് മകം നക്ഷത്രമാണ്. അത് ശുഭകാര്യങ്ങൾക്ക് അത്ര അനുകൂലമല്ല. പിതൃ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ജലവാഹനം ഉണ്ടാക്കുക, സാഹസകൃത്യങ്ങൾ, യുദ്ധം മുതലായിട്ടുള്ളവ നടത്താം. വിവാഹത്തിനും ഈ നക്ഷത്രം അനുകൂലമാണ്. ഇന്ന് ഏകാദശിയാണ്. കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയാണ്. യാത്രാപ്രവേശം, അതുപോലെ ശില്പ ഉണ്ടാക്കുക, ആഭരണം ഉണ്ടാക്കുക, യുദ്ധം, ഭൂഷണാദികൾ ഉണ്ടാക്കുക, വ്രതം, ഇതിനൊക്കെയും ഏകാദശി നല്ല ദിവസമാണ്. എന്നാൽ പുതിയ സംരംഭങ്ങൾക്ക് ഒക്കെ തുടങ്ങുക, പുതിയ യാത്രകൾ, പ്രധാനപ്പെട്ട യാത്രകൾ, ഇതൊക്കെയും ഇന്നത്തെ ദിവസം പൊതുവെ എല്ലാവർക്കും തന്നെ പ്രതികൂലമായിട്ടുള്ള ദിവസമാണ്. നമസ്കാരം.